ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ വിശേഷങ്ങളാണ്. കുക്കിംഗ്, ഗാർഡനിങ്, ക്ലീനിങ്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരൂരുള്ള ഫ്രഷ് ഡേ ഹൈപ്പർ മാർക്കറ്റ് ഇല്ലേ, അവിടെ നല്ല അടിപൊളി ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അതാ വൈകുന്നേരം ഞാൻ ചെടികളൊക്കെ നനയ്ക്കാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലാണല്ലോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ചെടികൾക്ക് ഒക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട് മണ്ണൊക്കെ. അതിൻ്റെ ഇടയിലാണ് നമ്മളെ ശ്രീധരേട്ടൻ പാല് കൊണ്ട് വന്നതാണ് കേട്ടോ. പാലൊക്കെ നല്ല ഹൈജീനിക് ആക്കി നല്ല അടിപൊളി പാക്കൊക്കെ ആക്കിയിട്ടാണ് ശ്രീധരേട്ടൻ കൊണ്ടുവരൽ. പിന്നെ ഞാൻ നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യണത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുറേ പ്ലാന്റ്സ് ഒന്നും സെറ്റാക്കണില്ല. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളിങ്ങനെ ചെയ്ത് നമ്മളെ ഗാർഡനൊക്കെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരണം. എല്ലാവരും ഗാർഡൻ ടൂർ കാണിക്കുമോ എന്ന് ചോദിക്കലുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇപ്പോൾ ഗാർഡനിൽ എന്ന് പറഞ്ഞാൽ പൂക്കളൊന്നുമില്ല. നമ്മളെ ഗാർഡനിൽ മെയിനായിട്ട് ബോഗൻവില്ലയും അടീനിയൊക്കെയാണ്. അതുണ്ടാവുമ്പോഴാണ് നമ്മളെ ഗാർഡൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. പിന്നെ നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ മുമ്പുണ്ടായിരുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണം. ഇപ്പോൾ ഞാൻ പോത്തോസിൻ്റെ വെറൈറ്റീസൊക്കെ ഒന്നാക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. മാർബിൾ പോത്തോസും പിന്നെ ഗോൾഡൻ പോത്തോസ്. ഇത് ഗോൾഡൻ പോത്തോസാണ്. അപ്പം അധികം വളമൊന്നും കൊടുക്കാതിരുന്നാൽ അതിൻ്റെ ലീഫൊന്നും വല്ലാണ്ട് വലുതാവില്ല കേട്ടോ. മാർബിൾ പോത്തോസിൻ്റെ ലീഫ് കുറച്ചൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട്. അപ്പം അത് നല്ല ഭംഗിയാണ് ഹാങ് ചെയ്ത് വെക്കാനും ഇൻഡോറിൽ വെക്കാനും പിന്നെ നമ്മൾ സ്റ്റിക്കിൽ പടർത്താനും ഒക്കെ ആണെങ്കിലും മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് അടിപൊളിയാണല്ലോ. പിന്നെ ഇത് ബേർഡ് നെസ്റ്റ് ഫാനാണ് കേട്ടോ. ഇത് എനിക്ക് ചെടികൾ ഗിഫ്റ്റ് തന്നതാണ്. നമ്മൾ ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുമ്പം അവർ നമുക്കും ഗിഫ്റ്റൊക്കെ തരും. അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഈ ബേർഡ് നെസ്റ്റ് ഫാൻ. ഇപ്പോൾ വളർന്ന് വലിയ ആളായിട്ടുണ്ട്. അപ്പം ആ കഥ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് കുറച്ച് പേൾ ഗ്രാസ് ഒക്കെ പറിച്ചിട്ട് നമ്മളെ കിച്ചണിലേക്ക് പോണ ആ ഭാഗത്ത് ഞാനൊരു പാസേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നട്ടു കൊടുക്കണം. അപ്പോൾ അവിടെ ഞാൻ ആദ്യം കുറച്ച് ഇങ്ങനെ ഈ പഴയ ഇൻ്റർലോക്ക് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഈ സൈഡിൽ പ്ലാവിൻ്റെ ഒക്കെ ചോട്ടിലായിട്ട് കുറച്ച് പേൾ ഗ്രാസ് ഉണ്ട്. അതൊന്ന് പറിച്ചെടുത്തിട്ട് ആ പാസേജിൽ കൊണ്ടേ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയൽവാസിയിലത്തെ കുട്ടീൻ്റെ കേട്ടോ ആദ്യം. അപ്പോൾ ഇത് ഒരു സൈഡിൽ ഞാൻ അഗ്ലോണിമ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ അരേലിയുണ്ട്. ഗ്രാസൊക്കെ ഞാനിപ്പോൾ പറിച്ചെടുത്തിക്കണമെങ്കിലും വെക്കാൻ പിന്നെ ടൈം കിട്ടിയില്ല. നമുക്കൊന്ന് തിരൂർ പോവാണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം വന്ന് ഫ്രഷായിട്ട് പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. നമ്മൾ തിരൂരുള്ള ഫ്രഷ് ഡേ ഹൈപ്പർ മാർക്കറ്റിൽ നല്ല കിഡിലൻ എക്സ്ചേഞ്ച് ഓഫർ നടക്കുന്നുണ്ടെന്ന് കേട്ടപ്പം ഞാൻ വേഗം എൻ്റെ അടുത്തുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് പോവാണ്. ഉപയോഗിക്കാത്ത കേട് വന്ന പാത്രങ്ങളാണ്. ഇത് റൈസ് കുക്കറത്തെ പൊട്ടിയതാണ് കേട്ടോ. പിന്നെ 2 കുക്കറുണ്ട്. 2 പ്രാവശ്യം അതിൻ്റെ വാഷറും കാര്യമൊക്കെ ശരിയാക്കി നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ അതും കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ന്യൂസ് പേപ്പർ ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ എക്സ്ചേഞ്ച് ഓഫറിലുള്ളത്. നിങ്ങളെ വീട്ടിലുള്ള ചിരട്ട ഉണ്ടല്ലോ, നമ്മൾ തേങ്ങ ഒക്കെ ആട്ടിച്ചാൽ ഇഷ്ടംപോലെ ചിരട്ട ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചിരട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോ. അടിപൊളി ഓഫറല്ലേ. ചിരട്ടൊക്കെ എടുക്കുമെന്ന് പറയുമ്പം അത് മാത്രമല്ല കേട്ടോ, പഴയ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഫാന്, AC, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, അങ്ങനെ കേടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. പ്ലാസ്റ്റിക്, ഇരുമ്പ്, സ്റ്റീല്, പിന്നെ ന്യൂസ് പേപ്പറും കാർഡ്ബോർഡും ബുക്സൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളതൊക്കെ എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ആകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എന്നാലും നമ്മൾ ആക്രിക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അധികം റേറ്റ് ഒന്നും കിട്ടൂല. ഇതാകുമ്പോൾ നല്ലൊരു ഓപ്ഷനല്ലേ. നമുക്ക് ഇത് കൊടുക്കും ചെയ്യാം, പകരം നമുക്ക് വേറെ സാധനങ്ങൾ വാങ്ങും ചെയ്യാം. അപ്പോൾ ക്യാഷായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. നമ്മൾ കൊടുക്കുന്ന സ്ക്രാപ്പ് വെയിറ്റൊക്കെ നോക്കിയിട്ട് അതിനുള്ള എമൗണ്ട് നമുക്ക് കൂപ്പണായിട്ടാണ് ഇവർ തരിക. അപ്പോൾ ആ കൂപ്പൺ ഉപയോഗിച്ച് നമുക്ക് അവിടെ നിന്ന് അന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങളും പർച്ചേസ് ചെയ്യട്ടോ. അത് നല്ലൊരു ഓപ്ഷനല്ലേ. അതിപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ടോ വെജിറ്റബിൾസ് ആയിട്ടോ ഗ്രോസറി ഐറ്റംസ് ആയിട്ടോ ഗ്യാസ് സ്റ്റൗവോ എയർ ഫ്രയറോ മിക്സിയോ അങ്ങനെ എന്തോ നമ്മൾ കൊടുക്കുന്ന സ്ക്രാപ്പിൻ്റെ എമൗണ്ട് നമ്മളെടുത്തിപ്പോൾ കുറേ സാധനങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ 15-ാം തീയതി വരെയാണ് ഈ മെഗാ ഓഫർ ഉള്ളത്. അപ്പോൾ ആരും മിസ്സാക്കണ്ട.
പിന്നെ നമ്മളെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന സ്ക്രാപ്പ് ഉണ്ടല്ലോ അതവിടെ കൊടുത്താൽ അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അവർ അതിനുള്ള എമൗണ്ടാണ് കൂപ്പണായിട്ട് നമുക്ക് തരാം. അപ്പോൾ ആ കൂപ്പൺ ഉപയോഗിച്ചിട്ട് അന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ പാത്രങ്ങളായിട്ട് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫുൾ ഓഫറാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ തിരൂർ ഫ്രഷ് ഡേ ഹൈപ്പർ മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ഓഫർ മാത്രമല്ല നല്ല അടിപൊളി ഓഫറുകളുണ്ട്. ഓണം സ്പെഷ്യലായിട്ട് ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫറാണ്. അപ്പം പുതിയ ഒരുപാട് പ്രൊഡക്ട്സും ഉണ്ട്. അതിന്റെ ലോഞ്ചിങ്ങും കൂടെയാണ് അല്ലേ? ഇത് ഇംബെക്സിന്റെ ഒരു ടാങ്കർ എന്ന് പറഞ്ഞ ഒരു മിക്സിയാണ്. 800 വാട്ട്സ് വരുന്നതാണ്. 5 ജാർ വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 4 ബ്ലേഡ് വരുന്നത്. 4 ടൈപ്പിൽ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഇതൊക്കെ 4 വരുന്നുണ്ട്. 4 ബ്ലേഡ് നമുക്ക് 4 ഡിഫറൻസ് ടൈപ്പാണ്. നമുക്ക് വേറെ ടൈപ്പിൽ കട്ട് ചെയ്യാം. അതായത് ഓരോന്നിനും ഓരോ ആകൃതിയിലുള്ള ഷേപ്പ് ഉണ്ടാവും. അതുപോലെ സ്പെഷ്യൽ ഓഫർ ഉണ്ട് അല്ലേ? ഓണത്തിന്റെ ഭാഗമായിട്ട് ഓണായതുകൊണ്ട് സ്പെഷ്യലായിട്ട് എല്ലാത്തിനും ഓഫർ വരുന്നത്. ഇംബെക്സിന്റെ സ്പെഷ്യൽ ഓഫർ വരുന്നത് ഇതിൽ മെയിനായിട്ട് യൂസിങ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇവിടെ നമ്മൾ വെജിറ്റബിൾസ് ഇതിൽ ഇട്ടിട്ടാണ് നമ്മൾ അമർത്തി പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്തിട്ട് താഴത്ത് വരുന്നത്. ഇതിന് വരുന്ന നമ്മൾ ഓഫർ റേറ്റ് ജസ്റ്റ് 1899 ആണ് വരുന്നത്. ഇതിന് പ്രത്യേകത എന്തൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ഐറ്റംസിനുപരി ഒരു ബേബി ഫുഡ് മേക്ക് ചെയ്യാം. ജ്യൂസസ് നോർമലി എല്ലാവരും മേക്ക് ചെയ്യുന്നത്. അതിൻ്റെ പുറമെ നമുക്ക് ചട്നീസ് സ്മൂത്തീസ് മേക്ക് ചെയ്യാം. ബട്ടർ നട്ട്സ് കോഫി ഐറ്റംസ് എല്ലാം നോർമലി 2 ടൈപ്പാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ബോട്ടിലായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ജസ്റ്റ് ഇത് ബോട്ടിലായിട്ട് കൺവേർട്ട് ചെയ്ത് ബേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ടോപ്പും വരുന്നത്. നമുക്ക് 1600 ജസ്റ്റ് 500 വാട്ട്സാണ് ഇതിന് വരുന്നത്. 2 ഇയർ വാറൻറ്റിയും വരുന്നുണ്ട്. നോർമലി തന്നെ വെച്ച് പവർ കൂടിയ മെഷീനായിട്ട് യൂസ് ചെയ്യുന്നത്. 100% കോപ്പറിൻ്റെ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. നോർമലിയുള്ള പ്രത്യേകത മെയിനായിട്ടുള്ളത് ഈ കോപ്പറിൻ്റെ മെഷീനാണ്. 2 ഇയർ വാറൻറ്റിയും പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കണതാണ് കമൻറ്റിൽ. ഇത് അടിപൊളിയുണ്ട്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി. വണ്ടർ ഷെഫിൻ്റെ ഇത് ഇംബെക്സിൻ്റെ പ്രൊഡക്റ്റാണ്. നോർമലി ഇതിനിപ്പോൾ ഉള്ളതിനായിട്ട് ഓഫർ പ്രൈസ് ഐറ്റം എയർ ഫെയർ ആണ്. ഇംബെക്സിൻ്റെ പ്രൊഡക്റ്റാണ്. നോർമലി ഓണായതുകൊണ്ട് ഓഫറും വരുന്നുണ്ട്. സ്പെഷ്യൽ ഓഫറാണ്. പ്രൈസ് പകുതിയും താഴെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി വരുന്നതിനൊക്കെ 10ഓളം മോള് വരുന്നുണ്ട്. ഫിഷിനായിട്ട് വേറെ, ബീഫിനായിട്ട് വേറെ, ചിക്കനായിട്ട് വേറെ, ഓരോന്നിനും ഒരു ടെമ്പറേച്ചർ ഒരു ടൈമും വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വിസിബിൾ ആണ് അല്ലേ? കുക്ക് ചെയ്യുന്ന ഐറ്റം വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പകുതിയൊക്കെ ആയാൽ നോക്കാം ഇത് കുക്കായോ എന്താ അതിൻ്റെ അവസ്ഥ. ഒരുപാട് ഐറ്റംസിന് ഓഫർ ഉണ്ട്. അതിലൊരു ഐറ്റമാണ് മെയിൻ ഐറ്റമാണ്. ഗൂഗിളിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എയർ ഫെയറാണ്. 8 ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നതാണ്. നമുക്കിങ്ങനെ തുറന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. OTGന്റെ പർപ്പസ് ഒക്കെ നടക്കും അല്ലേ? OTG ഒട്ടും നടക്കുന്നതാണ്. 2 ഇയർ വാറൻറ്റി വരുന്നത്. ഇത് 2 ഇയറാണ്. അങ്ങനെ അവർ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേ. പിന്നെ ഞാൻ നമ്മൾ സ്ക്രാപ്പ് കൊടുത്തതിന് പകരമായിട്ടൊരു പിന്നെ എന്താ പറയുക ഒരു കടായിയാണ് വാങ്ങിയത്. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരട്ടാ. എന്നിട്ട് നമുക്ക് അതിൽ കുക്ക് ചെയ്യണതും കൂടെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്നിങ്ങനെ നോക്കി. ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഫ്ലവേഴ്സും പിന്നെ വെയ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ വരുമ്പോൾ ഇവിടെ നിന്ന് അതൊക്കെ ഒന്ന് നോക്കും. വാങ്ങിയാലില്ലെങ്കിലും നോക്കാനൊരു രസമല്ലേ. ഇവിടുന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ നമ്മളെ ടേബിൾ വിരിക്കണ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പിന്നെ വെയ്സും ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചത് തന്നെയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പം നമ്മൾ പഴയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ വാങ്ങിയ പാത്രം ഇതാണ്. ഒരു കടായിയാണ്. അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉള്ളൊരു കടായിയാണ്. വീഡിയോയിൽ കാണുമ്പം ചെറുതായിട്ടാണ് തോന്നുന്നത്. എപ്പോഴും ഞാൻ വാങ്ങണം എന്ന് വിചാരിക്കണ ഒരു സംഭവമാണ് കേട്ടത്. നമ്മളെ വീട് പഴയതല്ല, കുറേ വർഷമായതല്ലേ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പാത്രങ്ങളും ഒക്കെ പഴയതാണ്. പുതിയ പാത്രങ്ങളൊന്നും അധികം ഞാൻ വാങ്ങലില്ല. ഉള്ള പാത്രങ്ങൾ തന്നെ അങ്ങനെ യൂസ് ആക്കലാണ്. വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ കാണുമ്പം വാങ്ങാൻ തോന്നും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇട്ടത്. രാവിലെ കിച്ചണിലെത്തിയിട്ട് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കണതാണ് തലേന്ന് തന്നെ. ഇന്നലെ രാത്രി ലേറ്റായി പോയി എത്താൻ. സാധനങ്ങൾ വാങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റായി. അപ്പം ഞാൻ സുബഹി നിസ്കരിക്കാൻ നീറ്റുടനെ തന്നെ വന്നിട്ട് റൈസൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാം ഒരുമിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ.
ഇന്ന് ലഞ്ചിന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. തക്കാളിച്ചോറ് ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് വേഗം പണികളൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണ്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെ നമ്മൾ സവാളൊക്കെ കട്ട് ചെയ്ത് വെക്കുക, ടൊമാറ്റോ അരച്ച് വെക്കുക, റൈസൊക്കെ തലേന്ന് തന്നെ വേവിച്ച് വെച്ചാൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും പിന്നെ നേരത്തെ കുട്ടികൾ പോകാനുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പണികൾ എളുപ്പം തീരും. ഞാനങ്ങനെയൊക്കെ ചെയ്ത് വെക്കണമാണ്. നല്ല ടൈമില്ലാത്ത കാരണം പിന്നെ നേരത്തെ തന്നെ വന്ന് റൈസ് വേവിച്ച് വെച്ച് ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് അന്ന് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് ക്ലീനാക്കലും കട്ട് ചെയ്യലൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങൊക്കെ ഈസിയാണ് കേട്ടോ. കിച്ചണിലെ പണികളൊക്കെ വേഗം തീർക്കാൻ പറ്റും. ഓരോന്നായി ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് കട്ട് ചെയ്യാനൊക്കെ നിൽക്കുമ്പം കുറേ സമയം അങ്ങനെ വേസ്റ്റായി പോകില്ലേ. വെജിറ്റബിൾസ് കട്ട് ചെയ്യണ വേസ്റ്റൊക്കെ തൈരിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അതിലിട്ട് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കും ചെയ്യുക. ഉറുമ്പ്, പ്രാണികൾ അങ്ങനത്തെ ശല്യമൊന്നും ഉണ്ടാവില്ല. കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിരിക്കും. കട്ട് ചെയ്ത ഉടനെ തന്നെ ആ പാത്രത്തിലിട്ട് അടച്ച് വെച്ചാൽ മതി. പിന്നീട് നമുക്ക് പുറത്ത് കൊണ്ടുപോയി ഒഴിവാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ 1.5 സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മീഡിയം സൈസ് സവോളയായിരുന്നു. പിന്നെ തക്കാളി 3 ചെറുത്, വലുതാണെങ്കിൽ 2 എടുക്കാം. പിന്നെ കുറേ പേര് എപ്പോഴും കമൻറ്റിൽ ചോദിക്കുന്നതാണ് ഈ മിക്സി എവിടെ നിന്ന് വാങ്ങിച്ചതാണ്, ഏതാണ് ബ്രാൻഡ്, ഉപയോഗിക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. ഇത് വണ്ടർ ഷെഫിൻ്റെയാണ്. നമ്മൾ തിരൂരുള്ളൊരു ഷോപ്പിൽ ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. നല്ലതാണ് കേട്ടോ ഉപയോഗിക്കാൻ. ഞാൻ കുറേ കാലമായി ഇത് ഉപയോഗിക്കണം. ഇതിപ്പോൾ കുറച്ചായി വാങ്ങിയിട്ട്. ഇതിന് മുമ്പ് 2 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കുറേ കാലമായി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ചെറിയൊരു ലീക്ക് വന്നപ്പം അത് മാറ്റിയതാണ്. അതിപ്പോഴും വേറൊരാൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കേടൊന്നും വന്നിട്ടില്ല. പിന്നെ കുറച്ച് പേരുള്ളവർക്കൊക്കെ ഈ മിക്സിയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 സവോള എടുത്ത് മീഡിയം സൈസുള്ള 3 തക്കാളി ചെറുതെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പുതിയ കടായിയൊക്കെ എടുത്തിട്ട് അതിലാണ് കേട്ടോ റൈസ് ഉണ്ടാക്കുന്നത്. 1 കിലോ റൈസൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ലെമൺ റൈസ്, ഫ്രൈഡ് റൈസ്, ടൊമാറ്റോ റൈസൊക്കെ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 4 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. സവോള നല്ല കനയും കുറച്ച് അരിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടിക്കോളും. സവോള നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പുതിനയില, 1 പിടി പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റോസ്മെല്ല് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. കുറച്ച് സാധനങ്ങളല്ലേ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂൺ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഗരം മസാല ആകുമ്പോൾ നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 1/4 ടേബിൾ സ്പൂണ് ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. ആ മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് മസാലയൊക്കെ നല്ലോണം ഒന്ന് വേവണം. തക്കാളി മസാലയൊക്കെ നല്ലോണം ഒന്ന് വേവണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ. മസാലയിൽ കുറച്ച് ഉപ്പ് മുന്തി നിന്നോട്ടെ. അപ്പോഴാണ് റൈസിലൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. സവാള വഴറ്റുമ്പോഴും നമ്മൾ ഉപ്പിട്ട് കൊടുത്തിക്കണ്. പിന്നെ റൈസ് വേവിക്കുമ്പോഴും ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ചെറിയ തക്കാളി സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എളുപ്പമല്ലേ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനും. ഇനി റൈസൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം റൈസൊക്കെ നല്ല മിക്സാക്കിയെടുത്ത് ഇനിയിപ്പോൾ കുറച്ചധികം മല്ലിയില വിതറി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യിൽ. ആ നെയ്യും ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കാണാനില്ല കേട്ടോ, എഡിറ്റ് ചെയ്യുമ്പം എടുക്കാൻ മറന്നതാണെന്ന് തോന്നുന്നു. അപ്പം ആ നട്ട്സും മുകളിൽ വെതറി കൊടുക്കുക, മല്ലിയിലയും വെതറി കൊടുക്കുക, ഗീയും ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ലഞ്ച് ബോക്സിനാണെങ്കിലും നമുക്ക് കഴിക്കാനാണെങ്കിലും ഓഫീസിലേക്കോ ജോലിക്കോ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ റൈറ്റയും പപ്പടും അച്ചാറൊക്കെ ഉണ്ടായാൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഈ റൈസ് കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ
ഉച്ചയ്ക്ക് കഴിക്കുമ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യണമെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ലഞ്ചൊക്കെ സെറ്റായി. ഇതിനിടയിൽ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കി, റൈത്ത ഉണ്ടാക്കി, പപ്പടം പൊരിച്ച്, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് ശരിക്കും ഞാൻ വീഡിയോ എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കിച്ചണിൽ വന്നിട്ട് ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം തോന്നി എന്നാൽ പിന്നെ വീഡിയോ എടുക്കുക. അങ്ങനെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. ദോശ, അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അത് എളുപ്പമല്ല ഉണ്ടാക്കാൻ. പിന്നെ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ട്, മുളക് പൊടിയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ചട്നിയാണ്. പകരം നമുക്ക് പച്ചമുളക് അരച്ചാലും മതി. ഇതാവുമ്പം ഒരു റെഡ് കളർ ഉണ്ടാവും, അതാവുമ്പോൾ ഒരു ഗ്രീൻ വൈറ്റ് കളറുള്ള ചട്നി ആവുമല്ലോ. പിന്നെ ഞാൻ 2 ഗോതമ്പ് ദോശയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ചപ്പാത്തി ഇല്ല, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനും ഒരു മടി, ടൈമൊക്കെ ഉണ്ട്. അപ്പം ഗോതമ്പ് ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ചിക്കനോ ബീഫോ, ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇതിപ്പോൾ ഇന്നലത്തെ കുറച്ച് കടായി ചിക്കനാണ്, അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സമയമില്ലാത്ത ദിവസം, അല്ലെങ്കിൽ രാവിലെ എന്ത് ഉണ്ടാക്കണം എന്നൊരു പ്ലാനൊന്നും ഇല്ലാത്ത ദിവസം രാവിലെ കിച്ചണിൽ വന്നപ്പോൾ തോന്നിയതാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുക. പിന്നെ പുതിയ കടായി വാങ്ങിയപ്പം ഒരിഷ്ടം അതിലെന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ ടൊമാറ്റോ റൈസ്, അല്ലെങ്കിൽ ലെമൺ റൈസോ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ കടല പിന്നെ ചെറുനാരങ്ങൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ ടൊമാറ്റോ റൈസ് തന്നെ ഉണ്ടാക്കി. വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒരു ലൈക്ക് ചെയ്തേക്കിട്ട. ആ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 1000 ലൈക്കെങ്കിലും വേണം, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടമായാലും എന്ന് പറഞ്ഞിട്ട് 1000 ലൈക്കൊന്നും ആയിട്ടില്ല. വീഡിയോ ഇഷ്ടമാവാത്തതുകൊണ്ടാണോ, ലൈക്ക് ചെയ്യാൻ മറന്നതുകൊണ്ടാണോ എന്നറിയില്ല. കുറേ പേരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ കുറേ പേര് നല്ല നല്ല കമൻസൊക്കെ എപ്പോഴും എല്ലാ വീഡിയോക്കും തരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്തായാലും ലൈക്ക് ഇടട്ടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. കൗണ്ടർ ടോപ്പ് തുടക്കുമ്പം ആ തുണിയിൽ കുറച്ച് പാത്രം കഴുകണ ലിക്വിഡില്ലേ, അതും കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചാൽ, നമ്മൾ ആദ്യം നല്ല വെള്ളത്തിൽ തുടക്കൂല, ആ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ പ്രാണികളും ഇതൊക്കെ വരുന്നതിനും നല്ലതാണ്. പിന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും. പിന്നെ ഞാൻ നിലക്ക് തുടക്കുമ്പോഴും ഡെറ്റോളാണ് കേട്ടോ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ഡെറ്റോൾ സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ ഈ ചെടിയും കൂടെ ഒന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് ഇത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് സാൻസവേരിയ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കണ തുണികളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ ഇത് ഓൺലൈനായിട്ട് വാങ്ങാൻ നമ്മളടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്, ഒരു 7-8 വർഷമായിട്ട്. നല്ലതാണ്, നല്ല വെള്ളമൊക്കെ പോരാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പാത്രം കഴുകണ ലിക്വിഡില്ലേ, ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലോണം കഴുകിയെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിക്കോളൂ കേട്ടോ. പിന്നെ രാവിലെ നമ്മളെ പണികൾ കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കുക. പിന്നെ രാത്രിയിൽ പണികൾ കഴിഞ്ഞാലും നല്ലോണം കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോയി കല്ലിലിട്ട് ഒരതി കഴുകുക, അല്ലെങ്കിൽ ഇടയ്ക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല, ആ സ്ലൈമി പോലെയൊക്കെ ഇരിക്കൂലേ, അങ്ങനെ ഒന്നും ഇരിക്കൂല. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. 2 നേരം ക്ലോത്തൊക്കെ കീറിപ്പോയാലും തുണികൾ നല്ല നീറ്റായിരിക്കും. ഇന്ന് കിച്ചണിലെ പരിപാടികളൊക്കെ വേഗം തീർന്ന്, അധികം കുക്കിങ്ങും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് പാത്രങ്ങൾ കുറവാവും. അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഞാൻ പൊടിതട്ടൽ പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യൂല, ഓരോ ഭാഗം. ഇന്നിപ്പം കിച്ചണിലെ ജനലുകളൊക്കെ പൊടിയൊന്ന് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഈ ഒരു ഡസ്റ്ററാണ് കേട്ടോ വിൻഡോൻ്റെ പൊടിയൊക്കെ തട്ടെടുക്കുക. അത് നമുക്ക് ഈ ജനലിൻ്റെ കമ്പിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് പൊടിയൊക്കെ തട്ടിയെടുക്കാൻ പറ്റും. ഇത് ഓൺലൈനായിട്ടും ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, ബ്രദർ കൊണ്ടുവന്നായിരുന്നു ഗൾഫിൽ നിന്ന്. അപ്പം ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. മഴയാണ് വെയിലാണെന്നൊന്നുമില്ല കേട്ടോ. മഴയാണെങ്കിലും വെയിലാണെങ്കിലൊക്കെ നല്ല പൊടിയുണ്ടാവും. പോരാത്തതിന് മഴയത്ത് ഒരു തരം പൂപ്പലൊക്കെ വരുമല്ലോ, ചില ഭാഗങ്ങളിലൊക്കെ പൂപ്പലൊക്കെ ഉണ്ടാവും. അപ്പോൾ അലർജി ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ. ഞാനിങ്ങനെ കിച്ചണിൽ അധികം പണിയില്ലാത്ത ദിവസമാണ് കേട്ടോ ക്ലീനിങ്ങിന് നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല, വേഗം ക്ലീൻ ചെയ്യലും നടക്കും. പിന്നെന്താ ടയേർഡാവില്ല. ഓരോ ഭാഗം ഏരിയ ആക്കിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് പോയാൽ മതി. ഇന്നിപ്പോൾ ഞാൻ ഡൈനിങ്ങിൻ്റെ ആ ഏരിയ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച പോട്ടൊക്കെ അതിലൊക്കെ നല്ല പൂപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് 2 ദിവസം മുന്നേ സ്റ്റോർ റൂം കംപ്ലീറ്റ് ക്ലീനാക്കി. നല്ല കച്ചറായിരുന്നു. കാരണം ചിലപ്പം കൂടുതൽ കച്ചറായി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് പിന്നെ അത് ക്ലീനാക്കാൻ. അപ്പോൾ വേഗം നമ്മളിങ്ങനെ ക്ലീനാക്കി പോയിട്ടുണ്ടെങ്കിൽ
നല്ല നീറ്റായിരിക്കും ചെയ്യും, കാണാനും ഭംഗിയാവും, നമുക്ക് പണികൾ ചെയ്യാനും എളുപ്പമാണ്. ഇത് കണ്ട ഇതുപോലെ നല്ല പൂപ്പൽ വരും കേട്ടോ. മഴ ആകുമ്പോഴാണ് കേട്ടോ ഈ പൂപ്പൽ ഉണ്ടാവുക. ചെടികളൊക്കെ ഞാൻ പുറത്ത് വെച്ച് നനച്ച് മണ്ണൊക്കെ ഒന്ന് ഉണങ്ങി നനവൊക്കെ മാറി കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കലുള്ളൂ. എന്നാലും മഴക്കാലത്ത് വേഗം പൂപ്പൽ വരുന്ന ഒരു സാധനമാണ് ഈ പോട്ട്. ഇത് വുഡിൻ്റെ പോട്ടായതുകൊണ്ടായിരിക്കും വേഗം പൂപ്പൽ വരുന്നത്. വേഗം എന്ന് പറഞ്ഞാൽ വേഗം പൂപ്പൽ വരും. അല്ല, വുഡല്ല, ഇത് ബാമ്പു ആണ് കേട്ടോ. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇനിയിപ്പം സെറാമിക്കിൻ്റെ നല്ല പോട്ടൊക്കെ കാണുമ്പോൾ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് ഈ പോട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വരുത്തുമ്പം രസമല്ലേ കാണാൻ. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് തുടക്കാനുണ്ട് കേട്ടോ. അടിച്ചു വാരുകയാണ്. എന്നിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണ ദിവസമാണെന്ന്. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു 2 മണിക്കൂർ കൊണ്ട് പണി എടുക്കുന്നത് ഒരു 4 മണിക്കൂർ വേണ്ടി വരും. ക്യാമറ അവിടെ വെക്കണം, ഇവിടെ വെക്കണം, അങ്ങനെ. അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്ന് പറയുമ്പം കുറേ ടൈമാവും. ഇപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.